എ.പി നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ ഡൽഹിയിലെ വിവാദ മദ്യനയ അഴിമതി കേസിനെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് വീണ്ടും സജീവമാവുകയാണ്. പ്രളയകാലാഗ്നിസ്വരൂപിണി ദുർഗതൻ നിടിലത്തിലവതാരമാർന്ന ചാമുണ്ഡികേ സകല വിജയങ്ങൾക്കുമാധാരഭൂതയായി ഇവിടെ വാണരുളും. എന്താണ് ഡൽഹി മദ്യനയ അഴിമതി കേസ്? എന്താണ് ഡൽഹിയിലെ വിവാദമായ ആ അഴിമതിയെന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. 2021 നവംബറിലാണ് ഡൽഹി സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നത്. പുതുക്കിയ മദ്യനയം അനുസരിച്ച് സർക്കാർ മദ്യവിൽപ്പനയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നു. ഇത് മറ്റ് കമ്പനികൾക്ക് നൽകുന്നു. ഡൽഹിയെ 32 സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും 27 കടകൾ വീതം 864 ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ചാണ് അനുമതി നൽകിയത്. സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യവിൽപ്പന തുടങ്ങിയതോടെ മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപക പരാതി ഉയരുന്നു. മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതി നടന്നതായി ആരോപിച്ച് BJP സംസ്ഥാന പ്രസിഡന്റും MP-യുമായ മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകുന്നു. പുതിയ എക്സൈസ് നയത്തിൽ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് റിപ്പോർട്ട് നൽകുന്നു. സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യവിൽപ്പന തുടങ്ങിയതോടെ മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപക പരാതി ഉയരുന്നു. ലൈസൻസ് ഫീയിൽ നൽകിയ 144.36 കോടി രൂപയുടെ ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെയാണ് പുതിയ നയം നടപ്പാക്കിയതെന്നും 2022 ജൂലൈ 8 നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2022 ജൂലൈ 22 ചട്ടലംഘനങ്ങൾക്കും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ നൽകുന്നു. വിവാദമായതോടെ 2022 ജൂലൈ 30 പുതിയ മദ്യനയത്തിൽ നിന്നും ഡൽഹി സർക്കാർ പിൻവാങ്ങി. പുതിയ നയത്തിൽ തീരുമാനമാകുന്നതുവരെ 6 മാസത്തേക്ക് പഴയ നയം പുനഃസ്ഥാപിക്കാൻ എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി. 2022 ഓഗസ്റ്റ് 17 വഞ്ചന, കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി സിസോദിയയ്ക്കും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തു. ഓഗസ്റ്റ് 19 സിസോദിയയുടെയും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് 3 അംഗങ്ങളുടെയും വസതിയിൽ CBI റെയ്ഡ് നടത്തി. 2022 ഓഗസ്റ്റ് 22 CBIയിൽ നിന്ന് ED കേസിന്റെ വിശദാംശങ്ങൾ ആരായുന്നു. തുടർന്ന് മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് ED കേസെടുത്തു. ഓഗസ്റ്റ് 30 ഗാസിയാബാദിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിൽ CBI ഉദ്യോഗസ്ഥർ സിസോദിയയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിച്ചു. തുടർന്ന് സെപ്റ്റംബർ 6 മുതൽ 16 വരെ രാജ്യത്തുടനീളം 35 സ്ഥലങ്ങളിൽ EDയുടെ റെയ്ഡ് നടന്നു. പിന്നാലെ സെപ്റ്റംബർ 27 AAP കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായ മലയാളി വിജയ് നായരെ ED അറസ്റ്റ് ചെയ്തു. കേസിലെ ആദ്യ അറസ്റ്റ് കൂടിയായിരുന്നു ഇത്. 2022 സെപ്റ്റംബർ 28 മദ്യവ്യാപാരി സമീർ മഹേന്ദ്ര അറസ്റ്റിലായി. ഒക്ടോബർ 10 ഇടനിലക്കാരൻ അഭിഷേക് ബോയിൻപള്ളിയെ CBI അറസ്റ്റ് ചെയ്തു. നവംബർ 24 വിജയ് നായർ, അഭിഷേക് ബോയിൻപള്ളി എന്നിവരുൾപ്പെടെ 7 പേരെ പ്രതികളാക്കി CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. നവംബർ 30 ഗുരുഗ്രാം ആസ്ഥാനമായ ബഡ്ഡി റീറ്റെയിലിന്റെ ഡയറക്ടറും സിസോദിയയുടെ അടുത്ത അനുയായിയുമായ അമിത് അറോറയെ ED അറസ്റ്റ് ചെയ്തു. തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെ ED അഴിമതി കേസിൽ ഉൾപ്പെടുത്തി. 2023 ഫെബ്രുവരി 9 സ്വകാര്യ പരസ്യ സ്ഥാപനത്തിലെ രാജേഷ് ജോഷിയെ ED അറസ്റ്റ് ചെയ്തു. ഗോവ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി ഇദ്ദേഹത്തെ ഉപയോഗിച്ചെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ്. 2023 ഫെബ്രുവരി 26 ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയ മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തു. 2023 ഒക്ടോബർ 4 AAP നേതാവും രാജ്യസഭാ MP-യുമായ സഞ്ജയ് സിംഗിനെ ED അറസ്റ്റ് ചെയ്തു. 10 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. കേസിൽ അറസ്റ്റിലായ ദിനേശ് അറോറ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഒരു നടപടി.
മനീഷ് സിസോദിയയെ പരിചയപ്പെടുത്തുന്നത് സഞ്ജയ് സിംഗ് വഴിയാണെന്നായിരുന്നു അറോറയുടെ മൊഴി. കേജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്താനും സഞ്ജയ് സിംഗ് ആണ് വഴിയൊരുക്കിയതെന്നും ദിനേശ് അറോറ മൊഴി നൽകിയിരുന്നു. 2024 മാർച്ച് 16 തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കെ കവിതയെ ED അറസ്റ്റ് ചെയ്യുന്നു. മാർച്ച് 19 അറസ്റ്റിൽ നിന്നും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹർജി ഹൈക്കോടതി തള്ളുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നു.